ഡൽഹി സർവകലാശാലയിലെ പ്രൊഫസർ ഫ്ളാറ്റിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ, തലയിൽ ആഴത്തിൽ മുറിവ്, ഞരമ്പുകൾ മുറിച്ച നിലയിൽ. ആ 49-കാരിയുടെ കൊലപാതകം അറിഞ്ഞത് സഹോദരി അന്വേഷിച്ചെത്തിയപ്പോൾ. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. പേര് ദേവോസ്മിത പോൾ. 49 വയസ്സായിരുന്നു ആ സ്ത്രീക്ക്. കിഴക്കൻ ഡൽഹിയിലെ ഒരു ഫ്ളാറ്റിലായിരുന്നു അവർ താമസിക്കുന്നത്. ആ ഫ്ളാറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മരിച്ച നിലയിലല്ല, കൊല്ലപ്പെട്ട നിലയിൽ. ശിവാജി കോളേജിലെ അധ്യാപികയായിരുന്നു. ഈ വസുന്ധര എൻക്ലേവിലെ സത്യം അപ്പാർട്ട്മെന്റ് എന്ന പേരുള്ള അവിടെയാണ് ഈ ഒറ്റയ്ക്ക് ഈ സ്ത്രീ, ഈ പ്രൊഫസർ താമസിച്ചിരുന്നത്. ഭർത്താവ് ബംഗളൂരുവിലാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏതാണ്ട് 2:35 ഈ ന്യൂ അശോക് നഗർ പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവത്തെക്കുറിച്ചുള്ള ഒരു ഫോൺ കോൾ എത്തുന്നത്. ഈ ദേവോസ്മിതയെ കാണാൻ വേണ്ടി അവരുടെ സഹോദരി ദേവരതി പോൾ ഫ്ളാറ്റിലെത്തി. അപ്പോഴാണ് സംഭവം പുറത്തേക്ക് അറിയുന്നത്. ഇവരാണ് പോലീസിനെ വിളിച്ച് കാര്യം അറിയിക്കുന്നത്. രാവിലെ മുതൽ ഈ ഫ്ളാറ്റ് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. ഈ സഹോദരി ദേവോസ്മിത ഫോൺ കോൾ എടുക്കാത്തതിനെ തുടർന്ന് ഈ ദേവരതി എന്ന സ്ത്രീ പല തവണ ശ്രമിച്ചു. ഒടുവിൽ നേരിട്ടെത്തി. അങ്ങനെ ആ ഫ്ളാറ്റിൻ്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് ആ പ്രൊഫസറായിട്ടുള്ള തൻ്റെ സഹോദരിയെ മരിച്ച നിലയിൽ അവർ കണ്ടെത്തുന്നത്. ഈ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഈ ദേവോസ്മിതയുടെ തലയിൽ കനത്ത ഒരു വസ്തു, വലിയ ഭാരമുള്ള ഒരു വസ്തു കൊണ്ട് അടിയേറ്റിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ആഴത്തിലുള്ള മുറിവുണ്ട്. മാത്രമല്ല, ഈ കയ്യിലെ ഞരമ്പുകൾ അത് മുറിച്ച നിലയിലാണ്. അതേസമയം ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങളോ പണമോ ഒന്നും തന്നെ നഷ്ടമായിട്ടില്ല. എല്ലാം അതേ സ്ഥാനങ്ങളുണ്ട് താനും. ഒരു കവർച്ച നടന്നതിൻ്റെയോ മൽപ്പിടുത്തം നടന്നതിൻ്റെയോ യാതൊരു ലക്ഷണങ്ങളും ഇല്ല എന്നാണ് പോലീസ് ഒരു പ്രാഥമിക നിഗമനം എന്ന നിലയിൽ വ്യക്തമാക്കുന്നത്. ഇതാണ് ഡൽഹിയിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ് എന്നുള്ള ഒരു പരാതി ആ ഫ്ളാറ്റിലുള്ളവർ തന്നെ പറയുന്നു. ആം ആദ്മി പാർട്ടിയിലെ നേതാവാണ്. ഒപ്പം ഈ അപ്പാർട്ട്മെന്റിലെ താമസക്കാരനായിട്ടുള്ള കുൽദീപ് പറയുന്നത് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി പ്രദേശത്ത് ആവർത്തിക്കുന്നു എന്നാണ്. एक बड़ा सवाल बार बार उठ रहा है. हम लगातार बार बार ये बात कह रहे हैं कि दिल्ली में लगातार रोज मर्डर की घटनाएं हो रही हैं, रोज रेप की घटनाएं हो रही हैं. दिल्ली पुलिस मौन है. अभी मैं इस दिल्ली में खड़ा हुआ हूँ. आप सोचो, एक इतनी प्रतिष्ठित अपार्टमेंट के अंदर, सत्यम अपार्टमेंट, जहाँ सिक्योरिटी है, सब कुछ है, उसके बावजूद अगर इस तरह की घटनाएं हो रही तो अपराधी के हौसले कितने बुलंद होंगे, जहां उनको पता है कि कदम कदम के ऊपर सीसीटीवी कैमरे लगे हुए हैं. और मुझे ये पता लगा है कि उनके परिवार के लोग थाने कंप्लेंट लिखाने गए थे, तो पुलिस ने उनको कहा कि सीडीआर आएगी तब बात करेंगे. सीडीआर की जरूरत नहीं होती है, आप लोकेशन से भी ट्रेस कर सकते हो. तो ये बार बार जिस तरह की लापरवाहियां सामने आ रही हैं दिल्ली पुलिस की, आज की डेट में दिल्ली में मुझे लगता है उपस्थिति खत्म हो गई है. मैं कहना चाहता हूं कि आज दिल्ली में जो डर का माहौल है, जब से दिल्ली में सरकार बीजेपी की आई है, 4 इंजन की, जिसके पास लॉ एंड ऑर्डर की व्यवस्थाएं हैं, दिल्ली की लॉ एंड ऑर्डर पूरी व्यवस्था खत्म हो चुका है. जगह जगह रोज अखबार आप खोलोगे 3 हत्याएं, 4 हत्याएं, 2 मर्डर. और आज मुझे बड़ा दुख है कि ये घटना हमारे विधान क्षेत्र में हुई है. हमारे वसुंधरा एन्क्लेव में, मेरा फेज 3 में कितना डर का माहौल होगा लोगों में कि अब लोग फ्लैट के अंदर भी सुरक्षित नहीं है. ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി LBS ആശുപത്രിയിലേക്ക് പോലീസ് മാറ്റി. CCTVയും സെക്യൂരിറ്റി ജീവനക്കാരും ഒക്കെയുള്ള ഒരു അപ്പാർട്ട്മെന്റാണ്. അത്യാവശ്യം പോഷായിട്ടുള്ള സ്ഥലത്ത് സാമ്പത്തികമായി ഉയർന്ന സാഹചര്യമുള്ള ആളുകൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ്. അതിനുള്ളിൽ കയറി ഇങ്ങനെയൊരു കൊലപാതകം അത് നടത്തണമെങ്കിൽ അത് ആസൂത്രിതമാണ് എന്നാണ് വാദം. बड़ी बात तो ये कि यहाँ तो एंट्री होती है, जो भी आएगा उसकी एंट्री होगी. नहीं होगी तो फुटेज होगी सीसीटीवी की. तो अभी तो सीसीटीवी फुटेज पुलिस को मिली है, नहीं मिली है, और वो क्या सर्च कर रहे हैं वो तो बाद में पता लगेगा. लेकिन मैं कह रहा हूँ ये एक बहुत बड़ी घटना दिल्ली के अंदर है, क्योंकि एक बहुत पॉश अपार्टमेंट के अंदर ये घटना हुई है. और मैं कह सकता हूँ कि इस प्रकार की घटना है क्योंकि इससे पता लगता है कि अपराधियों को डर नहीं है दिल्ली के अंदर. उनके हौसले बुलंद है. उनको पता है हम बच जाएंगे, हम बच के निकल जाएंगे. ये घटनाएं तभी होती हैं. तो ये घटनाएं सामने बार बार आ रही हैं. तो इसका मतलब आज दिल्ली का लॉ एंड ऑर्डर पूरी तरह से ध्वस्त हो चुका है. दिल्ली पुलिस किसी काम की बची नहीं है और नकारा खटारा सरकार दिल्ली में चल रही है.
ഈ കൊലപാതകം നടന്ന ദിവസം ഫ്ളാറ്റിൽ രണ്ടുപേരെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പോലീസിന് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കണ്ടെത്തിയത്. ഈ കുറ്റകൃത്യത്തിൽ ഇവർക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ജൂൺ 3-ാം തീയതി ഏതാണ്ട് 3:20 ഒരു സ്വകാര്യ വാഹനത്തിലാണ് യുവതി താമസിക്കുന്ന ആ അപ്പാർട്ട്മെന്റിലേക്ക് ഈ രണ്ടുപേർ എത്തുന്നത്. മാസ്ക് ധരിച്ച് കയ്യിൽ ബാഗുമായാണ് ഒരു യുവാവും ഒരു യുവതിയും ഈ ദേവസ്മിത താമസിക്കുന്ന ആ ഫ്ളാറ്റിലേക്ക് എത്തിയത്. അവർ ലിഫ്റ്റ് ഉപയോഗിച്ചില്ല. ലിഫ്റ്റിന് പകരം സ്റ്റെയർ കേസ് വഴിയാണ് അവർ മുകളിലേക്ക് കയറിയത്. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അവർ രണ്ടുപേരും ഫ്ളാറ്റിൽ നിന്ന് തിരിച്ചിറങ്ങുകയും ചെയ്തു. ഈ സമയം ഇവർക്കായി പുറത്ത് ആ വാഹനം കാത്തുനിന്നിരുന്നു. പോലീസ് എന്നാൽ ഈ വാഹനത്തിന്റെ ഡ്രൈവറെ ചോദ്യം ചെയ്യുകയും വാഹനത്തിലുണ്ടായിരുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വീട്ടിൽ ആരും അതിക്രമിച്ച് കയറിയിട്ടില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. അതായത് ഈ യുവതി തന്നെ അല്ലെങ്കിൽ ഈ പ്രൊഫസർ തന്നെ ആ വന്നവർക്ക് വാതിൽ തുറന്നു കൊടുത്തിരിക്കാനാണ് സാധ്യത. യുവതി കൊല്ലപ്പെടുന്നതിന് മുമ്പാണോ അതോ അതിനുശേഷമാണോ ഇവർ ഫ്ളാറ്റിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതാണെങ്കിലും കൊലപാതകത്തിന്റെ കാരണവും പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്.